ഹായ് ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ ഉണ്ണിച്ചൻ ഓഫിന് വരുവാണേ. അപ്പോൾ ആളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആളുടെ മാത്രമല്ല കേട്ടോ, എൻ്റെ ഫേവറേറ്റ് ആണ്. എങ്കിൽ പിന്നെ ആ റെസിപ്പി നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഈസി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ആണേ. അതിന് വേണ്ടിയിട്ട് നമ്മളിതേ മുട്ട കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ്. പിന്നെ ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എല്ലൊക്കെ മാറ്റി ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അതും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അക്കൂടെ ഒരു കാര്യം കൂടി നേരത്തെ പറയുകയാണേ, നമ്മൾ അരി കഴുകി അരമണിക്കൂർ ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടേ. പിന്നത്തെ നമ്മുടെ ടാസ്ക് വെജിറ്റബിൾസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ക്യാപ്സിക്കവും ക്യാരറ്റും അതിൻ്റെ കൂടെ തന്നെ സവാളയും ക്യാബേജ് സെല്ലറി സ്പ്രിംഗ് ഓണിയൻ പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സെയിം ഓയിലിൽ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനകത്തേക്ക് നമ്മൾ സവാളയും പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച എല്ലാ വെജിറ്റബിൾസും കൂടിയിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയേ. അങ്ങനെ ഈ വെജീസ് എല്ലാം കൂടി ചട്ടിയിലേക്ക് തട്ടിയിട്ട് കഴിഞ്ഞിട്ട് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ. അങ്ങനെ ഒത്തിരി ഒന്നും വഴണ്ട് പോകരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുള്ളേ. എൻ്റെ ഈ 8th മന്തിൽ ഞാനിത് ഉണ്ടാക്കി വെക്കുമെന്ന് എൻ്റെ ഹസ്ബൻഡ് എന്താണെങ്കിലും വിചാരിക്കത്തില്ല. പുള്ളി വരുമ്പോൾ എന്തായാലും സർപ്രൈസ് ആവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഉണ്ണിച്ചനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ വന്നിട്ടേ ഫുഡ് കഴിക്കാവുള്ളൂ, പുറത്തുനിന്നൊന്നും കഴിക്കരുതെന്ന്. അതുകൊണ്ട് തന്നെ ആൾ വിശക്കണേന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. അന്നേരം ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണെങ്കിലും ആളുടെ റിയാക്ഷൻ കൂടി ഞാനിതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ അതേ നമ്മൾ വെജിറ്റബിൾസിലേക്ക് കുരുമുളക് പൊടി ഉപ്പൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സോയാ സോസും കൂടി ഒഴിച്ച് പിന്നെ നമ്മുടെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ്ഗും പിന്നെ ചിക്കൻ പീസും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ 90% ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കുതിരാൻ വെച്ച അരിയില്ലേ, ആ അരി നമ്മൾ വേവിച്ച് 3/4 ഭാഗം വേവാകുമ്പോഴത്തേക്കിനും ഊറ്റിയെടുത്തതാണ്. എന്നിട്ട് അത് നമ്മൾ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് കുരുമുളക് പൊടിയും കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അരി മുറിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലും ആയിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് ആൾ വന്നിട്ടോ ഫുഡ് എടുത്തോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സാധാരണ ഉണ്ണിച്ചൻ വരുമ്പോഴത്തേക്കിനും ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നതാണ് വെയിറ്റ് ചെയ്തിട്ട്. ഇന്ന് എന്നെ കാണാതായപ്പോൾ ആളെന്നെ അന്വേഷിച്ച് അടുക്കളയിലേക്ക് വന്നേ. അപ്പോൾ ഫ്രൈഡ് റൈസ് കണ്ടപ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷമായി. നമ്മൾ നന്നായിട്ട് വിശന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫേവറേറ്റ് ഫുഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാവില്ലേ? അതുപോലെ തന്നെ പിന്നെ